വോട്ടെണ്ണലിന് 24 മണിക്കൂർ മാത്രം ശേഷിക്കെ ചേലക്കരയിലെ വോട്ടർമാർ ആകാംക്ഷയുടെ മുൾമുനയിലാണ്. ചേലക്കര മണ്ഡലത്തിൽ വിജയം ആവർത്തിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം. ചേലക്കരയിൽ പ്രദീപ് വിജയിക്കുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് LDF പാളയം. അതേസമയം അട്ടിമറി വിജയം കരസ്ഥമാക്കാമെന്നതാണ് UDF പാളയം പറയുന്നത്. സുനിൽ അരിമാനൂർ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സുനിൽ, എന്തൊക്കെയാണ് ചേലക്കരയുടെ കണക്കുകൂട്ടൽ? അജിംഷാദ്, ചേലക്കര നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വോട്ടെടുപ്പ് പൂർത്തിയായി ഒരാഴ്ചയായി ചേലക്കരയിലെ മണ്ഡലത്തിലെ വോട്ടർമാർ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ഇനി കാത്തിരിക്കാൻ വയ്യ എന്നുള്ള തരത്തിലാണ് അവിടുത്തെ വോട്ടർമാർ നിൽക്കുന്നത്. കാരണം വാശിയേറിയ ഒരു പോരാട്ടം നടന്ന നിയോജക മണ്ഡലമാണ് ചേലക്കര നിയോജക മണ്ഡലം. ഈ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി പ്രദീപ് വിജയിക്കും എന്നുള്ള ഒരു കാൽക്കുലേഷനിൽ തന്നെയാണ് ഇടതുപക്ഷ പാളയം. കാരണം വോട്ടെടുപ്പിന് ശേഷം അതാത് ബൂത്തുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷം യോഗം ചേർന്ന് ഇത്തരത്തിലുള്ള ഒരു തികഞ്ഞ വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുന്നത്. ഭൂരിപക്ഷം അല്പം കുറയുമെങ്കിൽ പോലും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ പ്രദീപ് തന്നെ മണ്ഡലം നിലനിർത്തും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഇടതുപാളയം പങ്കുവയ്ക്കുന്നത്. അതായത് 1996 ശേഷം അങ്ങോട്ട് ഇടതുപക്ഷത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ലാത്ത ഒരു വിജയമാണ് സമ്മാനിച്ചിട്ടുള്ളത്. കാരണം കണ്ടിന്യൂസ് ആയി തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച് അവിടെ ചെങ്കൊടി പാറി നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. അപ്പോൾ ഈ ചേലക്കര നിയോജക മണ്ഡലത്തിൽ തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് നേരത്തെ MLA ആയിരുന്ന പ്രദീപിനെ തന്നെ ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ. അതെ, അത് മാത്രമല്ല ഈ MLA 3 പേരും പാർലമെന്ററി രംഗത്ത് പരിചയമുള്ളവരാണ്. കാരണം ഒരാൾ MLA എന്ന നിലയിൽ തന്നെ പ്രദീപ് അവിടെ ചേലക്കരക്കാർക്ക് പ്രിയപ്പെട്ട ഒരാളാണ്. പിന്നീട് ആലത്തൂർ MP എന്ന നിലയിൽ രമ്യ ഹരിദാസ് നേരത്തെ തോൽക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ തവണ വലിയ പരിചിതയാണ്. പിന്നീട് ഗോപകുമാറും അതുപോലെ തന്നെയാണ്. അവിടെ പഞ്ചായത്ത് തലങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ വളരെ സാന്നിധ്യമുള്ളവരാണ്. അപ്പോൾ ഇത് 3 അനുഭവങ്ങളായി എത്തുകയാണ്. പക്ഷേ നേരിയ മേൽക്കൈ LDFന് ലഭിക്കുന്നത് ഏതൊക്കെ ഘടകമാണ്? ആ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുന്നു എന്നതിനപ്പുറത്തേക്ക് സുനിൽ. നേരിയ മേൽക്കൈ, അതായത് ഞാൻ പറഞ്ഞത് ഭൂരിപക്ഷം കുറയുകയാണ്. അതായത് ഒരു 5000-3000 ഭൂരിപക്ഷത്തിന് അടുപ്പിച്ച് ഇടതുപക്ഷത്തിന് വിജയം കിട്ടുമെന്നുള്ള ഒരു അനുമാനത്തിലാണ് ഇടതുപക്ഷത്തിൻ്റെ പാളയം ഇപ്പോഴുള്ളത്. ഇതിന് കാരണം സ്ഥാനാർത്ഥിയുടെ ഒരു ക്വാളിറ്റി തന്നെയാണ് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം ജനപ്രീതി നേടിയ ഒരു സ്ഥാനാർത്ഥി, ജനകീയനായ സ്ഥാനാർത്ഥി, സാധാരണക്കാരോടൊപ്പം അല്ലെങ്കിൽ ചേലക്കരയുടെ ജനങ്ങളോടൊപ്പം എപ്പോഴും ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ഒരു സ്ഥാനാർത്ഥി എന്നുള്ള മുൻതൂക്കം തന്നെയാണ് ഇടതുപക്ഷത്തിന് വിജയപ്രതീക്ഷ നൽകുന്ന കാര്യം. അതോടൊപ്പം തന്നെ മണ്ഡലത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കൂടുതലും സാധാരണ വോട്ടർമാരാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന ആളുകളെ ആയിരിക്കും അവർ എക്കാലത്തും തുണയ്ക്കുക എന്നുള്ളതാണ് ചേലക്കരയുടെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കുന്നത്. അത് രാധാകൃഷ്ണനോടൊപ്പം വർഷങ്ങളോളം തുടർച്ചയായി നിന്നതും അതിനുശേഷം ഇപ്പോൾ പ്രദീപിനെ തുണച്ചതും അതിനുശേഷം ഇപ്പോൾ വീണ്ടും നമ്മൾ ഇടതുപക്ഷത്തിലേക്ക് പ്രദീപിനെ രംഗത്തിറക്കിയ ഒരു സാഹചര്യം വന്നതും അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഇതിനിടയിൽ അട്ടിമറി വിജയം നേടാം എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് രമ്യ ഹരിദാസ് ഉള്ളത്. കാരണം ആലത്തൂരിൽ മത്സരിച്ച ഒരു MP ആയ ഒരു സാഹചര്യം, അതിനുശേഷം രാധാകൃഷ്ണൻ വരുമ്പോൾ മാത്രമാണ് പരാജയം എന്താണെന്ന് രമ്യ അറിയുന്നത്. അതിനുശേഷം വരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ തന്നെ രമ്യ വ്യക്തിപരമായിട്ടുള്ള വോട്ടുകൾ നേടുന്നതിന് വേണ്ടി വളരെ അധികം പരിശ്രമിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് നമുക്ക് ഈ ചേലക്കരയിൽ പറയുന്നത്. കാരണം ഓരോരോ വീടുകളിൽ കയറി വലിയ രീതിയിലുള്ള വ്യക്തിപരമായിട്ടുള്ള വോട്ടഭ്യർത്ഥന, ഒരു സ്ത്രീ എന്നുള്ളൊരു പരിഗണന തനിക്ക് നൽകണം എന്നുള്ള തരത്തിലുള്ള വോട്ടഭ്യർത്ഥന. അപ്പോൾ അത്തരത്തിലുള്ള വോട്ടഭ്യർത്ഥന സ്ത്രീ വോട്ടർമാർക്കിടയിൽ ഏതെങ്കിലും തരത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതിയ വോട്ടർമാർക്കിടയിൽ ഏതെങ്കിലും തരത്തിലൊരു സ്വാധീനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ UDF പറയുന്നത് പോലെ അവർക്ക് ചിലപ്പോൾ അട്ടിമറി വിജയം നേടാൻ സാധിക്കും എന്നുള്ള ഒരു അനുമാനത്തിലേക്ക് നമ്മൾ വരേണ്ടി വരും. പക്ഷേ അങ്ങനെയല്ല. പൊതുവേ ഉള്ളൊരു കാഴ്ചപ്പാട് ഇടതുപക്ഷത്തിൽ നിന്ന് ഒരിക്കലും കൈവിടുകയില്ല. ഇടതുപക്ഷത്തെ ഇത്രയും വർഷം പിടിച്ചു നിർത്തിയ മണ്ഡലം ഒരിക്കലും ഇടതുപക്ഷത്തെയും ഈ സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെയും കൈവിടില്ല. സംസ്ഥാന സർക്കാരിന് പൂർണ്ണ പിന്തുണയോടുകൂടി ഒരു MLA കൂടി ഇതാ അയക്കും എന്നുള്ള ഒരു പ്രതീക്ഷ പങ്കുവയ്ക്കുന്ന വോട്ടർമാർ ഉള്ള ഒരു മണ്ഡലം കൂടിയാണ്. ഏതായാലും ചേലക്കരയിൽ നിന്നുള്ള വിവരങ്ങൾ, കണക്കുകൂട്ടലുകൾ, പ്രവചനങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയത്.